പാറക്കാട്ടിൽ പിതാവ് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകൻ. അദ്ദേഹം എല്ലാവരോടും പറയുമായിരുന്നു, എ പ്രീസ്റ്റ് മസ്റ്റ് ബി എ ഗുരു ആൻഡ് പ്രോഫിറ്റ്. ഒരു പ്രവാചകനാകണം, ഒരു ഗുരുവാകണം, ഓരോ പുരോഹിതനും എന്ന് അദ്ദേഹം പറയുമായിരുന്നു. പ്രവാചകൻ എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു സൂചനയാണ്. ഗുരു എന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ ഒരു പൈതൃകത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഓരോ പുരോഹിതനും ഒരേ സമയം ഗുരുവും പ്രവാചകനുമാകണം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാറക്കാട്ടിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു പ്രവാചകനായിരുന്നു. അത് പാറക്കാട്ടിൽ പിതാവിനെ പോലെ മറ്റു മതസ്ഥർക്ക് സ്വീകാര്യനായ ഒരു പിതാവിനെ പാറക്കാട്ടിൽ പിതാവിന് മുൻപോ അതിനുശേഷമോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അഭിമന്യ ക്രിസോസ്റ്റോം പിതാവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷെ ഒരു കത്തോലിക്ക മതമേലധ്യക്ഷൻ പാറക്കാട്ടിൽ പിതാവിനെ പോലെ പബ്ലിക്കിൻ്റെ മുൻപിൽ സെക്കുലറായി ഇത്രയേറെ സ്വീകാര്യനായ ഒരു പിതാവ് അതിന് മുൻപ് ഉണ്ടായിട്ടില്ല. അപ്പോൾ പാറക്കാട്ടിൽ പിതാവിൻ്റെ ഈ മതസൗഹാർദ്ദത്തെ സംബന്ധിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട നരുലച്ചൻ പറഞ്ഞതുപോലെ പാറക്കാട്ടിൽ പിതാവ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ യാഥാസ്ഥികനായ ഒരു പിതാവായിരുന്നു. വളരെ കൺസർവേറ്റീവായ ഒരു മനുഷ്യൻ, കുറെ കടുംപിടുത്തക്കാരൻ, കുറച്ച് ശാഠ്യങ്ങളുള്ളയാൾ, കുറേ യാഥാസ്ഥികനൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വായനയിൽ നിന്നും. ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സ്വാധീനിച്ച രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ഞാൻ കാണുന്നതിൽ ഒന്ന്, ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ രണ്ടാം വത്തിക്കാൻ സൂനകദോസാണ്. രണ്ട്, അതിനുശേഷം 1968 ബാംഗ്ലൂരിൽ നടന്ന ചർച്ച് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെമിനാർ മെത്രാന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ കൂടി ഈ ഇന്ത്യയുടെ ചർച്ചിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു സെമിനാർ നടന്നു. ഈ രണ്ടു കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെയും ഒക്കെ മാറ്റിമറിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മതസൗഹാർദ്ദത്തെ സംബന്ധിച്ച് എല്ലാ മതങ്ങളോടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന തുറവി അതിനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് സഭയ്ക്കുള്ളിൽ തന്നെ. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പാറക്കാട്ടിൽ പിതാവ് ഒരിക്കലും സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിലകൊണ്ടിട്ടില്ല. സഭയുടെ പഠനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ പ്രമാണരേഖകൾക്ക് അനുസൃതമായിട്ടാണ് അദ്ദേഹം മറ്റു മതസ്ഥരോടെല്ലാം ഈ സമഭാവനയോടുകൂടി പെരുമാറിയിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വത്തിക്കാൻ സൂനകദോസ് പറയുന്നത് പോലെ ദൈവം ഒന്നേ ഉള്ളൂ, പല ദൈവമില്ല. മുസ്ലിം ദൈവവും ഹിന്ദു ദൈവവും ക്രിസ്തു ദൈവവും ഇല്ല. മറ്റു ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു ദൈവമില്ല. മറ്റു ദൈവമുണ്ടെന്നൊരു ക്രിസ്ത്യാനി വിശ്വസിച്ചാൽ അവൻ വിഗ്രഹാരാധകനാണ്. അതാണ് വിഗ്രഹാരാധന. അതാണ് ദൈവത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പാപം. വേറൊരു ദൈവമില്ല, ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ ആ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്തതയുണ്ട്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് എല്ലാവരും സമ്മതിക്കും. അപ്പോൾ മറ്റു മതസ്ഥരുമായി സംവാദത്തിലും സംഭാഷണത്തിലും സഹവർത്തത്തിലും ഏർപ്പെടാൻ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. ഏകപിതാവിൻ്റെ മക്കളാണ് എല്ലാവരും. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. അപ്പോൾ വിയോജിക്കാനും വേർപെടാനും നമുക്ക് 100,000 കാരണങ്ങളുണ്ട്. പക്ഷെ യോജിക്കാൻ ഈ ഒരൊറ്റ കാരണമേ ഉള്ളൂ, എല്ലാവരും ദൈവപിതാവിൻ്റെ മക്കളാണ്. അപ്പോൾ ഈ ദൈവപിതാവിനെ മനസ്സിലാക്കുന്നതിൽ, ആ ദൈവപിതാവിൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ് എല്ലാവരും. എൻ്റെ വഴി എനിക്ക് പ്രിയപ്പെട്ടതാണ്. എൻ്റെ വഴി എനിക്ക് സമ്മാനിച്ച ബോധ്യങ്ങളും അനുഭവങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും പറയരുത് ഈ വഴി മാത്രമാണ് ശരിയെന്ന്. അപ്പോൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ നടക്കുന്നത് പോലെ മറ്റു വഴികളിലൂടെ അതേ ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന മറ്റുള്ളവരുണ്ട് എന്നുള്ളത് കൊണ്ട് നാം അവരെ ശത്രുക്കളായിട്ട് കണക്കാക്കരുത്, നാം അവരെ സഹതീർത്ഥാടകരായി കണക്കാക്കണം. ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്, എൻ്റെ സഹതീർത്ഥാടകരാണ് അന്യമതസ്ഥരെല്ലാവരും. ഇതാണ് കൗൺസിൽ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടാണ് പാറക്കാട്ടിൽ പിതാവ് സ്വീകരിച്ചത്. അപ്പോൾ ഒരേ വഴിയിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന, വ്യത്യസ്ത വഴികളിലൂടെ യാത്ര ചെയ്യുന്ന സഹതീർത്ഥാടകർ. അതുകൊണ്ട് അനുഭവങ്ങളുടെ തലത്തിൽ വ്യത്യസ്തതയുണ്ടാകും. പക്ഷേ ആത്മീയ തലത്തിൽ ഒരു ഏകത്വമുണ്ട്. ആത്മീയ തലത്തിൽ ഏകത്വമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ രംഗത്തിൽ, വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിൽ ഒക്കെ വൈവിധ്യമുണ്ട്. നിശബ്ദതയിൽ ഒരു ഏകത്വമുണ്ട്, സംഭാഷണങ്ങളിൽ വൈവിധ്യമുണ്ട്. ഇതാണ് പിതാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിശബ്ദതയിൽ ഒരു ഏകത്വം, അത് ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എല്ലാ മതങ്ങളിലും ഈ അടിസ്ഥാനപരമായ ഒരു ഏകത്വമുണ്ട്. അപ്പോൾ ആ ഏകത്വത്തെ നമ്മൾ അന്വേഷിക്കുകയും വൈവിധ്യത്തെ ആദരിക്കുകയും ചെയ്യണം. ഇതാണ് പാറക്കാട്ടിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്. ഏകത്വത്തെ നാം അന്വേഷിച്ച് കണ്ടെത്തണം, വൈവിധ്യത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. ഇതൊരു വലിയ വലിയ കാഴ്ചപ്പാടാണ്.
അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകണമെങ്കിൽ സ്വന്തം വിശ്വാസത്തിൽ ആഴമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ. ഇപ്പൊ ആൽമരത്തിന് അഗാധമായ വേരുകളുള്ളത് കൊണ്ട് അതിന് പരന്ന ശാഖകളുണ്ട്. പക്ഷെ വാഴയ്ക്കതില്ല. വേരിന് ആഴമില്ലാത്തത് കൊണ്ട് ഒരു കാറ്റ് വന്നാൽ വാഴ താഴെ വീഴും. പിന്നെ അതിന് ചില തൊങ്ങലുകൾ വെച്ചാലേ വാഴ നേരെ നിൽക്കുകയുള്ളൂ. ഇവിടെ നമ്മളൊക്കെ പലരും തൊങ്ങലുകൾ കൊണ്ട് നേരെ നിൽക്കുന്നവരാണ്. പക്ഷെ പാറക്കാട്ടി പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആൽമരത്തെ പോലെ ക്രിസ്തു വിശ്വാസത്തിൽ ആഴമേറിയ വേരുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റു മതങ്ങളിലേക്ക് തുറക്കാൻ, വിശാലമായ ശാഖകൾ വിടർത്താൻ പാറക്കാട്ടി പിതാവിന് കഴിഞ്ഞിരുന്നു. അത് ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു സഹവർത്തിത്വത്തിൻ്റെ ശൈലി, ഈ മറ്റുള്ളവരോട് ശത്രുതയല്ലാതെ സഹവർത്തിത്വം വേണം എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട, എല്ലാവരും ദൈവപിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആ ദൈവപിതാവിൻ്റെ മക്കളെന്നതിൽ ഈ വ്യത്യസ്തതകളെ അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നമുക്കെങ്ങനെ ഏകത്വം കഴിയും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം യൗസേപ്പ് പിതാവിൻ്റെ കാര്യമാണ്. ഈ യൗസേപ്പ് പിതാവിന് മാതാവിനെ ഉപേക്ഷിക്കാൻ 100,000 കാരണങ്ങളുണ്ടായിരുന്നു. യൗസേപ്പ് പിതാവിൻ്റെ രാജ്യം പറയുന്ന നിയമങ്ങൾ നിരത്തി യൗസേപ്പ് പിതാവിന് മാതാവിനെ ഉപേക്ഷിക്കാമായിരുന്നു. മതം പറയുന്ന യൗസേപ്പ് പിതാവിൻ്റെ മതം നിരത്തുന്ന കാരണങ്ങൾ, ഇഷ്ടംമാതിരി കാരണങ്ങളുണ്ടായിരുന്നു യൗസേപ്പ് പിതാവിന് മാതാവിനെ ഉപേക്ഷിക്കാനും മാതാവിനെ ഒഴിച്ചു നിർത്താനുമായിട്ട്. അവിടുത്തെ സമൂഹം പറയുന്ന കാരണങ്ങളുണ്ടായിരുന്നു, സാമൂഹ്യപരമായ കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 100,000 കാരണങ്ങൾ യൗസേപ്പ് പിതാവിന് മാതാവിനോട് വിയോജിക്കാനും മാതാവിനെ ഒഴിവാക്കാനും ഉണ്ടായിരിക്കെ യൗസേപ്പ് പിതാവ് ഒരേ ഒരു കാരണം കണ്ടെത്തി. അത് ദൈവാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്ക് കാതോർത്തപ്പോൾ കിട്ടിയ ഒരേ ഒരു കാരണമാണ്. ദൈവത്തിൻ്റെ സ്വരം ഹിതമതാണെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കാരണം. 1000 കാരണങ്ങൾ ഉപേക്ഷിക്കാനും വിയോജിക്കാനും ഉണ്ടായിരിക്കെ ഒരേ ഒരു കാരണം കണ്ടെത്തിയപ്പോഴാണ് അവിടെ ഉണ്ണീശോ പിറന്നത്, രക്ഷകൻ പിറന്നത്. നമുക്കും മതജീവിതത്തിൽ അങ്ങനെയാണ്. മറ്റു മതസ്ഥരോട് വിയോജിക്കാനും വേർപിരിയാനും അവരോട് ശത്രുക്കളായി കാണാനും നമുക്ക് 100,000 കാരണങ്ങളുണ്ടായിരിക്കെ എല്ലാവരും ദൈവപിതാവിൻ്റെ മക്കളാണെന്നുള്ള ഒരേ ഒരു കാരണം കണ്ടെത്തുന്നവൻ്റെ ഉള്ളിൽ പിറക്കുന്ന ഗുരുവിൻ്റെ പേരാണ് ക്രിസ്തു. അങ്ങനെ ആ ഉള്ളിൽ പിറന്ന ഗുരു പിറന്ന ഒരു മഹായോഗീവര്യനായിരുന്നു പാറേക്കാട്ടിൽ പിതാവ്. അപ്പോൾ ഈ ഔട്ട് ഓഫ് ദ ചർച്ച് ദർ ഈസ് നോ സാൽവേഷൻ സഭ പഠിപ്പിച്ചതാണ്. ട്രെൻഡ് ഫ്ലോറൻസ് തുനകദോസുകളിൽ അസന്നിഗ്ധമായി പഠിപ്പിച്ചു, സഭയ്ക്ക് പുറമേ രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതായിരുന്നു നമ്മുടെ ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു മാൻഡേറ്റ്. സഭയ്ക്ക് പുറമേ രക്ഷയില്ല, കത്തോലിക്ക സഭയിൽ അംഗങ്ങളാക്കാത്തവർക്കൊന്നും രക്ഷയില്ല. അതുകൊണ്ട് ഈ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സഭയിൽ അംഗങ്ങളാക്കുക. അവനെ മാമോദിസ മുക്കി കത്തോലിക്ക സഭയുടെ വള്ളത്തിലേക്ക് അവനെ കയറ്റിയാൽ അവൻ രക്ഷപ്പെട്ടു. ഇതായിരുന്നു നമ്മുടെ മിഷനറിമാരുടെയൊക്കെ ചിന്ത. സഭ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പം നമ്മുടെ മിഷണറിമാരൊക്കെ അത് സോപ്പ് കൊടുത്തും ഗോതമ്പ് കൊടുത്തും പാല് കൊടുത്തും വേണ്ടി വന്നാൽ തോക്ക് കാണിച്ചും നമ്മൾ ക്രിസ്ത്യാനികളാക്കി. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ചരിത്രവും അതാണ്. അപ്പോൾ ഗോവയിലൊക്കെ നമ്മളത് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ തോക്ക് കാണിച്ചും നമ്മൾ ക്രിസ്ത്യാനികളാക്കി. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ആത്മാവ് രക്ഷപ്പെടണം. ഇതായിരുന്നു നമ്മുടെ മിഷണറിമാരുടെ ശ്രദ്ധ മുഴുവൻ. നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് അയച്ച കത്തിലൊക്കെ അതിൻ്റെ സൂചനകളുണ്ട്. ഒരു കുഞ്ഞ് തീക്കുണ്ടത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അമ്മ അവനെ തല്ലുന്നു, വേണ്ടി വന്നാൽ അവൻ്റെ കൈ ഒടിഞ്ഞു പോകുന്ന വിധത്തിൽ അടിക്കുന്നു. വേറൊന്നിനുമല്ല, ഈ കുഞ്ഞ് തീക്കുണ്ടത്തിൽ ചാടാതിരിക്കാനാണ്. അപ്പോൾ അതുപോലെ ഇവരുടെ ഈ മറ്റു മതസ്ഥരുടെ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ആഗ്രഹത്തിലും അമിതാവേശത്തിലും അവരെ എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളാക്കുക. ഇതിനെയായിരുന്നു ഗാന്ധിജിയും എതിർത്തത്. കൽക്കട്ടയിൽ മിഷൻ പ്രവർത്തനത്തിൻ്റെ വന്നപ്പോൾ നമുക്കറിയാലോ, ലോകം കണ്ട ഏറ്റവും വലിയ ക്രിസ്തു ശിഷ്യൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് മഹാത്മാഗാന്ധിജിയാണ്. ക്രിസ്തുവിനെ സ്വജീവിതത്തിൽ അടയാളപ്പെടുത്തിയത് ഗാന്ധിയെ പോലെ മറ്റാരുമില്ല. പക്ഷേ ആ ഗാന്ധി പോലും ഈ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഈ ശൈലിയെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഈ റോസാപുഷ്പം നിങ്ങൾ ഇതിങ്ങനെ പ്രഘോഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അതിൻ്റെ സൗരഭ്യം അനുഭവിച്ചിട്ട് ആളുകൾ മുഴുവൻ അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കും. ക്രിസ്തുവിനെ നിങ്ങളിങ്ങനെ മാർക്കറ്റ് ചെയ്യരുത്. ഈ മതങ്ങളുടെ മാർക്കറ്റിൽ വിളിച്ചു നടക്കേണ്ട ഒരാളല്ല ക്രിസ്തു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിനെ നിങ്ങളുടെ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കാൻ പരിശ്രമിക്കണമെന്ന് ഗാന്ധിജി എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നൽകുന്ന വലിയ ദർശനം അതാണ്. സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ ആക്കുന്ന പരിപാടിയല്ല, ക്രിസ്താനുഭവം പങ്കുവെക്കലാണ്. എന്നിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് സുവിശേഷവൽക്കരണം.
ഇതാണ് വത്തിക്കാൻ കൗൺസിൽ നൽകിയ ഒരു പുതിയ ദർശനം. വത്തിക്കാൻ കൗൺസിൽ പല കാര്യങ്ങളിലും ഒരു പാരഡൈം ഷിഫ്റ്റ് നൽകിയതാണ്. പ്രധാനമായും ഞാൻ വിചാരിക്കുന്നു 5 കാര്യങ്ങളിലാണ് വത്തിക്കാൻ സുവർഗദോസ് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയത്. അതൊന്ന് ദൈവത്തെക്കുറിച്ച്, 2 ക്രിസ്തുവിനെക്കുറിച്ച്, 3 സഭയെക്കുറിച്ച്, 4 ലോകത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയും കുറിച്ച്, 5 മനുഷ്യവംശത്തെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ പാരഡൈം ഷിഫ്റ്റ് വത്തിക്കാൻ സുവർഗദോസ് നൽകി. ഇവിടെ അച്ഛൻ പറഞ്ഞു സഭയെക്കുറിച്ച് നടത്തിയ കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനമാണ് ലിറ്റർജിയെ സംബന്ധിച്ചുമൊക്കെ ഉണ്ടായിട്ടുള്ള ഈ നവീകരണ പ്രക്രിയയൊക്കെ വത്തിക്കാൻ കൗൺസിൽ നൽകിയത്. അപ്പോൾ ലോകവും അതിൻ്റെ സംവിധാനങ്ങളും മനുഷ്യകുലവും അതിൻ്റെ സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ, ഇതിനൊക്കെ വത്തിക്കാൻ കൗൺസിൽ ഒരു പുതിയ ദർശനത്തിലൂടെ കണ്ടു. ഔട്ട് ഓഫ് ദ ചർച്ച് ദർ ഈസ് നോ സാൽവേഷൻ എന്നത് സഭയുടെ പഠനമായിരുന്നു. അത് പിതാക്കന്മാർ, ആദ്യം സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതാണ്. ക്രിസ്തുവാണ് ഏകരക്ഷകൻ, സഭയ്ക്ക് പുറമെ രക്ഷയില്ല. പക്ഷെ അതിനെ വത്തിക്കാൻ സുവർഗദോസ് ഒന്ന് റീഡിഫൈൻ ചെയ്തു, ഒന്ന് പുനർവ്യാഖ്യാനിച്ചു. സഭ എന്താണെന്ന് വത്തിക്കാൻ കൗൺസിൽ മനസ്സിലാക്കിയപ്പോൾ സഭ ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണെന്നുള്ള മനോഹരമായ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് സഭയെക്കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ നൽകിയത്. അപ്പോൾ സഭയ്ക്ക് 2 ഡൈമെൻഷൻ ഉണ്ടെന്ന് കൗൺസിൽ പറഞ്ഞു. ഒന്ന്, അതിനൊരു സഭാമാനമുണ്ട്. 2, അതിനൊരു സാർവത്രികമാനമുണ്ട്. ഒരു എക്ലീസിയാസ്റ്റിക്കൽ ഡൈമെൻഷനുണ്ട്. സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയും കുദാശയുമാണ് എന്നുള്ളതാണ് അതിൻ്റെ എക്ലീസിയാസ്റ്റിക്കൽ ഡൈമെൻഷൻ. സഭ ക്രിസ്തുവിൻ്റെ തുടർച്ചയും കുദാശയുമാണ്. അതേസമയം സഭ രക്ഷയുടെ കുദാശയാണ്. അതാണ് അതിൻ്റെ യൂണിവേഴ്സൽ ഡൈമെൻഷൻ. സഭ രക്ഷയുടെ കുദാശയാണ്. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ കുദാശയാണ് സഭാമക്കൾക്ക് എന്നതുപോലെ സഭ സാർവത്രികമായ മനുഷ്യരുടെ രക്ഷയുടെ ഒരു കുദാശയും കൂടിയാണ്. അപ്പോൾ ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. സകല മനുഷ്യരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. ലിറ്റർജി സക്രസാന്തം കൊൻസീലിയം തുടങ്ങുന്നത് തന്നെ തിമോത്തിയോസിന് എഴുതിയ ഈ ഒരു ലേഖനം ആമുഖമായി പറഞ്ഞുകൊണ്ടാണ്. സകല മനുഷ്യരും രക്ഷപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, അതാണ് സഭയ്ക്കുള്ളത്. അപ്പോൾ അവളുടെ ലിറ്റർജി അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നെ മാത്രം രക്ഷിക്കുന്ന ഒരു ദൈവമല്ല, സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ഒരു ദൈവം. അപ്പോൾ രക്ഷയുടെ ഈ സാർവത്രിക കുദാശയായി സഭയ്ക്ക് മാറണം. അപ്പോൾ എങ്ങനെയാണ് സഭ മറ്റുള്ളവരെ രക്ഷിക്കുന്നത്? അപ്പോൾ വത്തിക്കാൻ സുവർഗദോസ് പറഞ്ഞു 2 സഭയുണ്ട്. ഒരു ദൃശ്യസഭയുമുണ്ട്, ഒരു അദൃശ്യ സഭയുമുണ്ട്. ഒരു വിസിബിൾ ചർച്ചുണ്ട്, മാർപ്പാപ്പയും കർദിനാളും മെത്രാന്മാരും നമ്മളുമൊക്കെ അംഗങ്ങളായിരിക്കുന്ന ഒരു ദൃശ്യസഭ. ഒരു ഇൻവിസിബിൾ ചർച്ചുണ്ട്, ഒരു അദൃശ്യ സഭ. ആരൊക്കെ ക്രിസ്തുവിൻ്റെ സുവിശേഷാനുസൃതം ജീവിക്കുന്നുണ്ടോ, ആരൊക്കെ സ്വന്തം മനസ്സാക്ഷിക്കനുസൃതമായി നല്ല ജീവിതം നയിക്കുന്നുണ്ടോ, ആരൊക്കെ മനുഷ്യരുടെ നന്മയെ പ്രതി ജീവിക്കുന്നുണ്ടോ, അവരെല്ലാവരും സഭയിലൂടെ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കും. ഈ ഇൻവിസിബിൾ ചർച്ചിലൂടെ, ഈ അദൃശ്യമായ സഭയിലൂടെ രക്ഷ പ്രാപിക്കും. ഇതായിരുന്നു വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം. അപ്പോൾ രക്ഷ പിന്നെ കത്തോലിക്കിൻ്റെ പോക്കറ്റിലല്ല. നമ്മൾ രക്ഷ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സോൾ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടർ അല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രിസ്താനുഭവം പങ്കുവെക്കലാണ്. ആ ക്രിസ്തുവിനെ നമ്മൾ മറ്റു സംസ്കാരങ്ങളിൽ അന്വേഷിക്കണം, തേടണം. അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന, അവരുടെ പുണ്യഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കണം. ഇത് കൗൺസിൽ പറഞ്ഞതാണ്. ഇതാണ് അക്ഷരശ പാറക്കാട്ടി പിതാവ് നടപ്പിലാക്കിയത്. അപ്പോൾ വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖ പിന്നെ ഗൗതം എസ്പേസിലെ സഭ ആധുനിക ലോകത്തിലെ 22ാം പ്രമാണരേഖ ഇങ്ങനെയാണ്: ആരുടെ ഹൃദയങ്ങളിൽ അദൃശ്യമാംവിധം പ്രസാദവരം പ്രവർത്തിക്കുന്നുണ്ടോ ആ സന്മനസ്സുള്ള സകല മനുഷ്യരെ സംബന്ധിച്ചും ഇതെല്ലാം വാസ്തവമാണ്. കാരണം മനുഷ്യവംശത്തെക്കുറിച്ച്, മനുഷ്യ മഹാകുടുംബത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് 22ാം ഇതിലേക്ക് വരുന്നത്. പാപം എന്താണ്, മനുഷ്യവംശം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് 22ാമത്തെ ഖണ്ഡികയിൽ വരുമ്പോൾ പറയുകയാണ് എല്ലാ മനുഷ്യർക്കും സംബന്ധിച്ചുള്ള ഇതെല്ലാം വാസ്തവമാണ്. കാരണം ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. മനുഷ്യൻ്റെ ആത്യന്തികമായ വിളി ഏകമാണ്, ദിവ്യവുമാണ്. വളരെ മനോഹരമായൊരു വാചകമാണ്. മനുഷ്യൻ്റെ ആത്യന്തികമായ വിളി ഏകമാണ്, ദിവ്യവുമാണ്. തന്മൂലം എല്ലാ മനുഷ്യർക്കും ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യവുമായി സംയോജിക്കാനുള്ള സാധ്യത ദൈവത്തിന് മാത്രം ഗ്രാഹ്യമായ രീതിയിൽ പവിത്രാത്മാവ് നൽകുന്നുണ്ടെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇത്ര മനോഹരമായ പഠനമാണ്. എല്ലാ മനുഷ്യർക്കും ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യവുമായി സംയോജിക്കാനുള്ള സാധ്യത. നമുക്കറിയാം, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത്. മനുഷ്യൻ്റെ രക്ഷ സാധ്യതമായത് അവൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും കൊണ്ടാണ്. അതാണ് പെസഹാരഹസ്യം. ആ പെസഹാരഹസ്യത്തിൽ ക്രിസ്ത്യാനികളായി നമ്മൾ മാത്രമല്ല പങ്കാളികളാകുന്നത്. സകല മനുഷ്യർക്കും ക്രിസ്തുവിൻ്റെ ഈ പെസഹാരഹസ്യവുമായി സംയോജിക്കാനുള്ള സാധ്യത ദൈവത്തിനു മാത്രം ഗ്രാഹ്യമായ രീതിയിൽ പവിത്രാത്മാവ് നൽകുന്നുണ്ടെന്ന്
നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് പോലും അതറിയില്ലെന്ന് എളിമയോടുകൂടി സഭ പറയുകയാണ്. അവിടെയാണ് നമ്മൾ ഈ അഹങ്കാരവും പേറി നമ്മൾക്ക് അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ച് ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കുന്നത്. സഭ വിനീതമായി പറയുന്നു, എല്ലാ മനുഷ്യരും രക്ഷപ്പെടും ക്രിസ്തുവിലൂടെ, സഭയിലൂടെ. പക്ഷെ അതെങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അപ്പോൾ അതിൻ്റെ അവകാശവാദവും അട്ടിപ്പേറ്റും നമ്മൾ എടുക്കാൻ നിൽക്കരുത്. മാർപ്പാപ്പയ്ക്ക് പോലും അതറിയില്ല. പക്ഷെ ഒന്നറിയാം, എല്ലാ മനുഷ്യരും രക്ഷപ്പെടും. നിരീശ്വരവാദികൾ പോലും ഈ ഗണത്തിൽ വരുമെന്നാണ് കൗൺസിൽ പറയുന്നത്. കാരണം പലപ്പോഴും നിരീശ്വരവാദികൾ അവരുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെ ആയത്. വിശ്വാസികളുടെ വിശ്വാസപരമല്ലാത്ത ജീവിതം കൊണ്ടാണ് ഇവിടെ നിരീശ്വരവാദം ആവിർഭവിക്കുന്നതെന്ന് കൗൺസിൽ പറയുന്നുണ്ട്. എല്ലാ സാഹചര്യത്തിലും അങ്ങനെയല്ല, പക്ഷെ പലപ്പോഴും ഈ നിരീശ്വരവാദം ആവിർഭവിക്കുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാർൽ മാർക്സ് പറയേണ്ടി വന്നത് അക്കാലത്ത് മതം അങ്ങനെയായിരുന്നു. പള്ളിയിൽ പോയി ഞങ്ങളെല്ലാവരും ദൈവപിതാവിൻ്റെ മക്കളാണെന്ന് പറയുകയും ബൈബിൾ മുറുകെ പിടിക്കുകയും ചെയ്തിട്ട് പുറത്തിറങ്ങി ഫ്യൂഡലിസത്തെയും അടിമക്കച്ചവടത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കാർൽ മാർക്സിന് അങ്ങനെ അല്ലാതെ പറയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് കൗൺസിൽ പറയുന്നു, നിരീശ്വരവാദികളെപ്പോലും സൃഷ്ടിക്കുന്നതിൽ വിശ്വാസികളുടെ വിശ്വാസപരമല്ലാത്ത ജീവിതം കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ നിരീശ്വരവാദികൾ പോലും നന്മ പ്രവർത്തിക്കുമ്പോൾ, അത് ക്രിസ്തുവിൻ്റെ സുവിശേഷാനുതമായിട്ട് അവർ ജീവിക്കുമ്പോൾ അവർക്കും രക്ഷ ദൈവം പ്രദാനം ചെയ്യും. അവർ രക്ഷിക്കില്ല എന്ന് പറയാൻ നമ്മളാളല്ല. വർക്കി പിതാവിനോട് ഒരു പ്രാവശ്യം ചോദിച്ചു. ഈ വർക്കി പിതാവിന് ഒരു ധാരണ വന്നു, ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് വർക്കി പിതാവ് എന്നുള്ളൊരിത്. അപ്പോൾ മനോരമ ലേഖകൻ ഒരിക്കൽ ചോദിച്ചു, പിതാവേ വിശ്വാസികൾക്കല്ലേ വോട്ട് ചെയ്യേണ്ടത് എന്നൊരു പത്രലേഖകൻ പുള്ളിനൊന്ന് കൊടുക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ വർക്കി പിതാവ് ചോദിച്ചു, ആരാണ് വിശ്വാസി? പുള്ളി തിരിച്ചു ചോദിച്ചു, ആരാണ് വിശ്വാസി? ഒരാൾ 360 ദിവസവും പള്ളിയിൽ പോകുന്നു, കൊന്ത ചെല്ലുന്നു, സകലതും ചെയ്യുന്നു, പക്ഷേ അയാളുടെ ജീവിതം മുഴുവൻ മനുഷ്യർക്കെതിരാണ്. മനുഷ്യർക്കൊരു നന്മയും ചെയ്യില്ല, ഭയങ്കര പിശുക്കനാണ്, എല്ലാ അമിതമായ പലിശ വാങ്ങിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു നന്മയും മറ്റുള്ളവർക്ക് ചെയ്യാത്തൊരുത്തൻ. പക്ഷേ അയാൾ പള്ളിയിൽ പോകുന്നു, ഞാൻ വിശ്വാസിയാണെന്ന് അയാൾ പറയുന്നു. വേറൊരാൾ ഞാൻ വിശ്വാസിയല്ല എന്ന് പറയുന്നു, പക്ഷേ അയാൾ പള്ളിയിലും പോകുന്നില്ല. പക്ഷേ അയാളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ചിരിക്കുന്നു. അയാൾ മനുഷ്യരുടെ കണ്ണീരൊപ്പുന്നവനാണ്, വേദനിക്കുന്നവരുടെ കൂടെ വേദനിക്കുന്നവനാണ്. തൻ്റെ ജീവിതം മുഴുവൻ അവൻ അവർക്ക് ഒഴിഞ്ഞു വെച്ചു. എന്നിട്ട് വർക്കി പിതാവ് ലേഖകനോട് ചോദിക്കുന്നു, ഇതിലാരാണ് വിശ്വാസി? പുള്ളിയുടെ ഉത്തരം മുട്ടിപ്പോയി, ഇതിലാരാണ് വിശ്വാസി? അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ദൈവം അളക്കുന്ന പോലെ അളക്കാൻ കഴിയണമെങ്കിൽ, കാണാൻ കഴിയണമെങ്കിൽ വിശാലമായ ഒരു മനസ്സ് വേണം. ആ മനസ്സിന് ഉടമയായിരുന്നു പാറക്കാട്ടി പിതാവ്. അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിന് ഇവിടെ ഇൻകൾച്ചറേഷനെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഈ സംസ്കാരത്തോട് വളരെ ആദരവ് കാണിച്ച ഒരാളാണ്, പ്രത്യേകിച്ച് ഭാരത സംസ്കാരം. സംസ്കൃതം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് സംസ്കൃതം നന്നായി പഠിച്ച് ഭാരതത്തിൻ്റെ മന്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങളൊക്കെ സ്വന്തമാക്കി അവയൊക്കെ സ്വജീവിതത്തിൻ്റെ ആധ്യാത്മികതയിലേക്ക് പകർത്തി അവയൊക്കെ അവയിൽ നിന്ന് നല്ലത് സ്വീകരിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ മഹത്തായ പൈതൃകത്തിൽ അഭിമാനിച്ചിരുന്ന ഒരു ക്രൈസ്തവനായിരുന്നു അദ്ദേഹം. ഇവിടെ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ഭാരതത്തിലെ സഭ എന്നല്ല, ഭാരതീയ സഭയായി ഇത് മാറണം. ഭാരതത്തിലെ സഭയല്ല നമ്മൾ, ഭാരതീയ സഭയാണിത്. നമ്മൾ റോമൻ കാത്തലിക് അല്ല, വി ആർ ഇന്ത്യൻ കാത്തലിക്സ്. കത്തോലിക്കൻ എന്നുള്ളത്, ക്രിസ്ത്യാനി എന്നുള്ളത് എൻ്റെ വിശ്വാസപരമായ ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ എൻ്റെ സാംസ്കാരികമായ ഐഡൻറ്റിറ്റി ഇന്ത്യനാണ്. അതുകൊണ്ട് എൻ്റെ ആരാധനാക്രമപരമായ ഐഡൻറ്റിറ്റിയും ഇന്ത്യൻ ആയിരിക്കണമെന്നാണ് അദ്ദേഹം വാദിച്ചത്. അപ്പോൾ ഈ സംസ്കാരത്തെ അത്രമേൽ ആദരിക്കുകയും അതിനുമായിട്ട് സംവേദിക്കുകയും അതിൽ നിന്നും നന്മ ഉൾക്കൊള്ളുകയും ചെയ്തൊരു മനുഷ്യനാണ്. മറ്റു മതങ്ങളിലെ നന്മകൾ സ്വീകരിക്കണമെന്ന് വത്തിക്കാൻ സിനോദോസ് പറയുന്നുണ്ട്. മറ്റു മതങ്ങളിൽ കാണുന്ന വിശുദ്ധവും മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ യാതൊന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? മറ്റു മതങ്ങളിൽ സത്യവും വിശുദ്ധമായിട്ടുള്ളതും ഉണ്ട്. സഭ ആചരിക്കുന്നതിൽ നിന്ന് പലതുകൊണ്ടും അവ വ്യത്യസ്തങ്ങളാണ്. എങ്കിലും അവയെ സഭ ആത്മാർത്ഥമായ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം സത്യത്തിൻ്റെ രശ്മികൾ അവയിലെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയാം, അവിടെയൊക്കെ രശ്മിയേ ഉള്ളൂ, മുഴുവൻ സത്യം നമ്മുടെ കയ്യിലാണ്, അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള രശ്മികളേ ഉള്ളൂ എന്നാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അപ്രമാദിത്വത്തെ അരക്കെട്ടുറപ്പിക്കാനുള്ളൊരു വ്യഗ്രതയാണ്. സത്യത്തെ മറ്റു മതങ്ങളിൽ കാണാൻ, മറ്റു മതഗ്രന്ഥങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് പാറക്കാട്ടി പിതാവ് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഈ ബൃഹന്യാദോര ഉപനിഷത്തിലെ അസതോമ സദ്ഗമയ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനാ മന്ത്രം, ക്രിസ്തുവിനെ ഇത്രമേൽ അടയാളപ്പെടുത്തിയ ഒരു പ്രാർത്ഥനാ മന്ത്രം വേറെയില്ല. അതുപോലെ പൂർണ്ണമന്ത്രം,
ആ പൂർണ്ണമന്ത്രം, ഈശാവാസ ഉപനിഷത്തിലെ പൂർണ്ണമന്ത്രം, ഇതെല്ലാം അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. സ്വർഗസ്നായ പിതാവ് പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ദർശനം, പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന ഭാരതത്തിൻ്റെ പൂർണ്ണമന്ത്രം. ഇങ്ങനെ നമുക്ക് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും സ്വീകരിക്കാൻ കഴിയുന്നതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ദർശനം മറ്റു മതങ്ങളെ ആദരിക്കുകയും മതങ്ങൾ എപ്പോഴും മനുഷ്യാഭിമുഖ്യമുള്ളതായിരിക്കണം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കരുത്, അതിൽ വാശി പിടിക്കരുത്, മനുഷ്യാഭിമുഖ്യമുണ്ടാകണം. കാരണം ഒന്നേ ഉള്ളൂ, ക്രിസ്തു മനുഷ്യാഭിമുഖ്യമുള്ളവനായിരുന്നു. യേശു മതസമുദായത്തിൻ്റെ നിയമങ്ങളെ അതിജീവിച്ച്, സംസ്കാരത്തിൻ്റെ വിലക്കുകളെ അതിലംഘിച്ച്, സമൂഹത്തിൻ്റെ മുൻവിധികളെ അവഗണിച്ച് മനുഷ്യനിലേക്കാണ് അടുത്തത്. അതുകൊണ്ട് മതവും മനുഷ്യനിലേക്കാണ് തുറക്കേണ്ടത് എന്ന് പാറക്കാട്ടി പിതാവ് പറഞ്ഞു. അപ്പം നമ്മെ അകറ്റുന്ന ഘടകങ്ങളല്ല, നമ്മെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് നാം ആരായേണ്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തെ മറ്റു മതങ്ങൾക്ക് സ്വീകാര്യനായി. തട്ടിപ്പിന് വേണ്ടിയല്ല അദ്ദേഹം മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത്, ആത്മാർത്ഥതയോടുകൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റു മതങ്ങളിലെ നന്മകൾ സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് മറ്റു മതസ്ഥർക്കും സ്വീകാര്യമായി എന്നുള്ളതാണ്. എന്തുമാത്രം വേദികളിലാണ് അദ്ദേഹം പങ്കെടുത്തത് എന്ന് നോക്കാം. ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. 1974 NSSന്റെ വജ്ര ജൂബിലി ആഘോഷം നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ഒരു ഹിന്ദു ആയിരുന്നില്ല, പാറക്കാട്ടി പിതാവായിരുന്നു. പ്രൊഫസർ NB മന്മഥൻ സാറിന്റെ ഷഷ്ടിപൂർത്തി, അദ്ദേഹം വലിയ ഒരു സാമൂഹ്യ നവോത്ഥാന നായകനായിരുന്നല്ലോ പ്രൊഫസർ NB മന്മഥൻ. പ്രൊഫസർ NB മന്മഥനും നമ്മുടെ ഈ പൈനാടത്തച്ഛനും കൂടി, സെബാസ്റ്റ്യൻ പൈനാടത്ത് SJയും കൂടി ഒരിക്കലും ഒരു പ്രോഗ്രാമിന് വിളിക്കാനായിട്ട് അരമനയിൽ പിതാവിനെ കാണാൻ പോയി. മന്മഥൻ സാറുമായി കുറേ സംസാരിച്ച് തിരിച്ചിറങ്ങി വന്നപ്പോൾ മന്മഥൻ സാറ് പാറക്കാട്ടി നമ്മുടെ പൈനാടത്തച്ഛനോട് പറഞ്ഞു, ഞാൻ മറ്റു മതങ്ങളെക്കുറിച്ച് ഇത്രയേറെ ആഴമേറിയ അറിവുള്ള, മറ്റു മതങ്ങളെ ആദരിക്കുന്ന ഒരു സഭാ മേലധ്യക്ഷനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പ്രൊഫസർ മന്മഥൻ സാർ, എനിക്കൊരു അനുഭവമുണ്ട്. KK വിശ്വനാഥൻ, നമുക്കറിയാമല്ലോ, പഴയ KPCC പ്രസിഡന്റും ഗാന്ധിയനും ഒക്കെ ആയിരുന്നു KK വിശ്വനാഥൻ, ഗുജറാത്ത് ഗവർണറായിരുന്നു. അദ്ദേഹവും ഞാനുമായിട്ട് ചില ഞങ്ങൾ ഈ എറണാകുളത്ത് ശ്രീനാരായണ സേവാ സംഘത്തിൽ വെച്ച് ഒരു PP രാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിങ്കിടിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു. അദ്ദേഹത്തിന് ഞാൻ കല്യാണത്തിന് ക്ഷണിക്കാനായിട്ട് കൊച്ചിയിൽ വീട്ടിൽ പോയി. ഒരു അരമണിക്കൂറോളം അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എൻ്റെ കല്യാണത്തിനും വന്നാ. അപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, പാറേക്കാട്ടി പിതാവിനെ പോലത്തെ ഒരു പിതാക്കന്മാർ ഈ കത്തോലിക്ക സഭയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഈ സഭയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. KK വിശ്വനാഥൻ അടയാളപ്പെടുത്തിയതാണ്. പാറേക്കാട്ടി പിതാവിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ ഈ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ സഭയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. 1900 NSSന്റെ വജ്ര ജൂബിലി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. TDM ഹാള്, നമ്മുടെ ഈ എറണാകുളത്തെ TDM ഹാള് പണിതപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വേറെ ആരുമല്ല അവർ വിളിച്ചത്, പാറക്കാട്ടി പിതാവിനെയാണ്. ആ TDM ഹാളിൻ്റെ വജ്ര ജൂബിലി നടന്നു കുറച്ച് നാൾ മുമ്പ്. പിതാവൊക്കെ മരിച്ചുപോയി. അപ്പോൾ അവർ അരമനയിൽ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്, പാറക്കാട്ടി പിതാവ് അന്ന് ഉദ്ഘാടനം ചെയ്ത ആ പ്രസംഗം കിട്ടുമോയെന്നറിയാൻ. നമ്മുടെ ആർക്കൈവ്സിൽ വന്ന് ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അച്ഛൻ അത് തപ്പിയെടുത്ത് അവർക്ക് കൊടുത്തു, അവർക്ക് പ്രസിദ്ധീകരിക്കാൻ. 50 കൊല്ലം മുമ്പ് പിതാവ് നടത്തി ആ പ്രസംഗം അന്വേഷിച്ച് അവർ വന്നു എന്നുള്ളതാണ്. 1978 കാഞ്ചി കാമകോടി മഠാധിപതി രാജേന്ദ്ര സരസ്വതി ഇവിടെ വന്നപ്പോൾ ഒരു പൗരസ്വീകരണം കൊടുത്തു. അതിൻ്റെ അധ്യക്ഷൻ പാറക്കാട്ടി പിതാവായിരുന്നു. 1962 ശ്രീരാമകൃഷ്ണനിലെ പ്രസിദ്ധനായ രംഗനാഥസ്വാമി, ആ സ്വാമിക്കും ഇവിടെ അത് ഇൻ്റർനാഷണൽ ലെവൽ അറിയപ്പെട്ട സ്വാമിയാണ്. അതിന് സ്വീകരണം കൊടുത്തപ്പോഴും അതിന് അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തെയാണ്. ആ പ്രൈമസി ഓഫ് സ്പിരിറ്റ്, അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവാത്മാവിൻ്റെ അടിസ്ഥാനമായ ഐക്യമുണ്ടല്ലോ, അത് നമ്മൾ ആദരിക്കണമെന്ന് എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ഈ സന്യാസിമാരുടെ ധ്യാന രീതികൾ, അവരുടെ പ്രാർത്ഥനാ രീതികളൊക്കെ ആവുന്നത്ര അദ്ദേഹം സ്വാംശീകരിക്കുമായിരുന്നു. ഇനി ഋഷികേശിലെ ആശ്രമാധിപൻ ചിദാനന്ദ സ്വാമികൾ, അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തപ്പോഴും അതിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം പാറക്കാട്ടി പിതാവ് നമ്മുടെ അരമനയിൽ സന്ദർശിച്ചപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെ കുരിശിൻ്റെ ആ സമ്പൂർണ്ണ കൃതി അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തു. അദ്ദേഹം തിരിച്ചു ചെന്നിട്ട് അത് മുഴുവൻ വായിച്ചിട്ട് അദ്ദേഹം പാറക്കാട്ടി പിതാവിൻ്റെ ഒരു മറുപടി അയച്ചു.
വീണ്ടും അദ്ദേഹം വന്നപ്പോൾ ഫ്രാൻസിസ് അസിസിയുടെ പ്രാർത്ഥന പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെക്കാൻ വേണ്ടി ഈ സ്വാമിജി അദ്ദേഹത്തിന് സമ്മാനിച്ചു. അപ്പോൾ ഇത്രമാത്രം ഈ മറ്റു മത മേലധ്യക്ഷന്മാരുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. SNDPയുടെ ശ്രീനാരായണ ഗുരു ജയന്തി 1970 ചെയ്തപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് പാറക്കാട്ടി പിതാവാണ്, കൊല്ലത്ത്. ഇന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഏതെങ്കിലും പിതാവിനെ ഇവരാരെങ്കിലും വിളിക്കുമോ? 1970 ആലുവ അദ്വൈതാശ്രമത്തിൽ 1970-71 അവിടുത്തെ പ്രതിമ, ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. ആലോചിച്ച് നോക്കൂ. 77 വർക്കരയിലെ ശ്രീനാരായണ ഗുരു ഒരു വർഷാചരണം, ഒരു വർഷം മുഴുവൻ ശ്രീനാരായണ ഗുരു വർഷാചരണം നടന്നു. അതിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പാറക്കാട്ടി പിതാവായിരുന്നു. 1979 SNDPയുടെ പ്ലാറ്റിനം ജൂബിലി മഹാപരിപാടിയായിരുന്നു. PS വേലായുധനാണ് അന്ന് SNDPയുടെ പ്രസിഡന്റ്. PS വേലായുധൻ ഈ സെന്റ് മേരീസ് സ്കൂളിൽ, PS വേലായുധൻ നിങ്ങൾക്കറിയാം, പ്രശസ്തനായ ചരിത്രകാരനാണ്. ആ പ്രൊഫസർ PS വേലായുധൻ ഈ സെന്റ് മേരീസ് സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു. അങ്ങനെ PS വേലായുധൻ അധ്യക്ഷനായിരുന്നു ആ ചടങ്ങ്. അത് ഉദ്ഘാടനം ചെയ്തത് മൊറാർജി ദേശായിയാണ്, പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. മൊറാർജി ദേശായി ഉദ്ഘാടനം നടത്തി. SNDPയുടെ പ്രസിഡന്റായി PS വേലായുധൻ അധ്യക്ഷൻ ചെയ്ത ആ പരിപാടിയിൽ മുഖ്യ പ്രാസംഗികനായി ക്ഷണിക്കപ്പെട്ടത് പാറക്കാട്ടി പിതാവായിരുന്നു. 1971 വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് ശാസ്താംകോട്ടയിൽ നടന്നു. അതിലും അദ്ദേഹമായിരുന്നു ഉദ്ഘാടകനായിട്ട് വന്നത്. 81 വേൾഡ് കോൺഫറൻസ് ഓഫ് റിലീജിയൻ ചാവറ സെന്ററിൽ നടന്നപ്പോഴും അദ്ദേഹമായിരുന്നു ഉദ്ഘാടകൻ. എന്തിനേറെ പറയുന്നു, RSS മംഗലാപുരത്ത് നടന്ന ഒരു ദേശീയ സമ്മേളനത്തിലേക്ക് പിതാവിനെ ക്ഷണിച്ചു. പക്ഷെ പിതാവിനൊന്ന് പോകാൻ പറ്റിയില്ല, വേറെ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ദേശീയ സമ്മേളനം നമ്മുടെ ഈ മണപ്പുറത്ത് വെച്ച് നടന്നപ്പോൾ അതിനെക്കുറിച്ച് മധുക്കർ ദത്രായ ദേവറോസ് എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ഈ മോഹൻ ഭഗവത് എന്ന് പറയുന്ന ആ സ്ഥാനമാണ്. അദ്ദേഹം പാറക്കാട്ടി പിതാവിനെ കുറിച്ച് പ്രകീർത്തിച്ച് ഈ മണപ്പുറത്ത് വെച്ച് സംസാരിക്കുകയുണ്ടായി. RSSനെ പോലും സ്വീകാര്യനാകുന്ന വിധത്തിൽ പാറക്കാട്ടി പിതാവിൻ്റെ ഒരു മഹത്വത്തെ നാം മനസ്സിലാക്കണമെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. 72 നമ്മുടെ പബ്ലിക് ലൈബ്രറി ഉണ്ടല്ലോ, എറണാകുളം പബ്ലിക് ലൈബ്രറി, അത് പുതുക്കിപ്പണിത് മനോഹരമാക്കിയപ്പോഴേ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്, അച്യുതമേനോൻ. അധ്യക്ഷനായിരുന്നത് പിതാവാണ്, വേറെ മന്ത്രിമാരൊന്നും ആയിരുന്നില്ല. അന്ന് അധ്യക്ഷനായിരുന്നത് പിതാവായിരുന്നു. എന്തിന്? തൃക്കാക്കര അമ്പലത്തിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പിതാവിനെ വിളിക്കുകയും പിതാവ് അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം, ഇത് ഞാൻ കുറച്ചാണ് പറഞ്ഞത്, ഇങ്ങനെ നിരവധി മറ്റു മതസ്ഥരുടെ പരിപാടികളിൽ മുഖ്യ പ്രസംഗകനായോ അധ്യക്ഷനായോ ഉദ്ഘാടകനായോ ക്ഷണിക്കപ്പെടാൻ മാത്രം മറ്റു മതങ്ങൾക്ക് ഇത്രമേൽ സ്വീകാര്യനായ ഒരു പിതാവിനെ നമ്മൾ കേരളം കണ്ടിട്ടില്ല. അത്രമേൽ വലിയ ആചാര്യനായിരുന്നു, ഋഷീവരനായിരുന്നു പാറക്കാട്ടി പിതാവ്. ഇനി ഇതൊക്കെ പോട്ടെ, നമ്മുടെ HMTയുടെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. FACTയുടെ ഒരു വലിയ SFT ആദ്യം തുടങ്ങി, അത് വിപുലീകരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി വന്നപ്പോൾ അതിനും മുഖ്യാതിഥിയായിട്ട് പങ്കെടുത്തത് പാറക്കാട്ടി പിതാവായിരുന്നു. പ്രീമിയർ ടയേഴ്സിന്റെ ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിച്ചത് അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെ സെക്യുലർ സ്ഥാപനങ്ങളിൽ എത്രയോ ബാങ്കുകളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, SBT, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇതൊക്കെ പല ശാഖകളും പാറക്കാട്ടി പിതാവിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കാത്തലിക് സിറിയൻ ബാങ്കോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ ആണെങ്കിൽ അത് കത്തോലിക്കരുടെ ബാങ്കാന്ന് പറയാം. പക്ഷേ ഈ ബാങ്കുകളൊക്കെ ഒരു സെക്യുലർ ബാങ്കുകളാണ്. എന്തുകൊണ്ട് അവർ പാറക്കാട്ടി പിതാവിനെ വിളിച്ചു? ഇന്ന് ഏതെങ്കിലും ഒരു പിതാവിനെ ഇവരാരും വിളിക്കോ? വിളിച്ചാൽ അവർ അത് ക്രിസ്ത്യാനിയുടേതാണെന്ന് ലേബലൈസ് ചെയ്യപ്പെടും. പാറക്കാട്ടി പിതാവ് അങ്ങനെ സുറിയാനിക്കാരൻ്റെതാണെന്ന് ലേബലൈസ് ചെയ്യാൻ കഴിയാത്ത വിധം അത്രമേൽ വലിപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവരൊക്കെ അദ്ദേഹത്തെ ക്ഷണിച്ചത്. അത്രമേൽ പൊതുസമൂഹത്തിന്, സെക്യുലർ സമൂഹത്തിന് സ്വീകാര്യനായിരുന്നു അദ്ദേഹം. ഈ വേറൊരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഈ സെൻറ് ആൻസ് ചർച്ച്, ഈ പള്ളികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 50, നരുളച്ചന് കൂടുതലറിയാം, ഒരു 50 പള്ളികളെങ്കിലും പാറക്കാട്ടി പിതാവ് ഈ അതിരൂപതയിൽ നേരിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പുള്ളി പണം മുടക്കി കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ് ആൻസ് ചർച്ച് എന്നും പറഞ്ഞൊരു പള്ളി നമ്മുടെ ഏലൂരുണ്ടല്ലോ, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പാറക്കാട്ടി പിതാവാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. MKK നായർ, നമുക്കറിയാമല്ലോ, MKK നായർ വികാരിയച്ഛനെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ബൊക്കെ കൊടുക്കാൻ എനിക്കൊരവസരം തരണം.
അങ്ങനെ ആ പള്ളിയിൽ വന്നിറങ്ങിയപ്പോൾ മഹാനായ MKK നായരാണ് അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചത്. അങ്ങനെ നമ്മുടെ സഭയിലും സമൂഹത്തിലും മറ്റു മതങ്ങളെക്കുറിച്ചും ദീർഘവീക്ഷണമുണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നതിൽ വലിയ ഇതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 5 പ്രധാനപ്പെട്ട തത്വങ്ങൾ അദ്ദേഹം ഈ മറ്റു മതസ്ഥരുമായുള്ള സംവാദത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, മറ്റു മതങ്ങളുടെ സംഭാഷണത്തിൽ, സമീപനത്തിൽ നാം വിനീതരാവണം. വലിയേട്ടൻ ചമയരുത്, ഞാൻ വലിയേട്ടനാണെന്ന് വിചാരിക്കരുത്, വിനീതരാകണം. സമഭാവനയും സാഹോദര്യഭാവവും പുലർത്തണം. മറ്റു മതസ്ഥരുമായിട്ടുള്ള സംഭാഷണങ്ങളും സഹവർത്തിത്വത്തിലുമെല്ലാം ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. 2, വി മസ്റ്റ് ബി ഓപ്പൺ. നമ്മൾ ഉള്ളു തുറക്കണം, സംശയം പാടില്ല. നല്ല കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കണം, പരസ്പരം സ്വീകരിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കാര്യം. 3ാമത് അദ്ദേഹം പറഞ്ഞു, മറ്റു മതസ്ഥരുമായുള്ള ബന്ധങ്ങളിൽ ആത്മാർത്ഥത വേണം, കപടത പാടില്ല. ഈ വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് എല്ലാവരും വാചാലനാകും, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ കാര്യത്തോടെ അടുക്കുമ്പോൾ പലരും കണ്ടടയ്ക്കും എന്ന് പിതാവ് പറയാണ്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് പാടില്ല. അപ്പോൾ ഈ ഡൈക്കോട്ടോമി ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് ആക്ഷൻ, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഈ വ്യത്യാസമുണ്ടല്ലോ, അതൊരിക്കലും ഇതിനകത്ത് പാടില്ല. 4ാമത് അദ്ദേഹം പറയുന്നു, പ്രാർത്ഥനാ ചൈതന്യത്തോടു കൂടി വേണം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ. തൻ്റെ മക്കളായ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഏകയോഗമായി അർപ്പിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ ദൈവം സന്തുഷ്ടനാകും. അതുകൊണ്ട് നമ്മൾ ചില ചാട്യങ്ങൾ പിടിക്കരുത്. പൊതുവായി സ്വീകരിക്കാവുന്ന വാക്കുകളെ സ്വീകരിക്കാവുള്ളൂ. അത്ര സന്ദർഭങ്ങളെന്ന് പറയായിരുന്നു. ഈ ഗീതാ മുഖർജി എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടി മദർ തെരേസയുടെ അടുത്ത് എപ്പോഴും വരുമായിരുന്നു, ചെറുപ്പം മുതലേ. അപ്പോൾ ഗീതാ മുഖർജി വന്ന് വൈകുന്നേരം വന്ന്, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, അപ്പോൾ വരുമ്പോൾ മദർ തെരേസ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവള് 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇവള് മദറിനോട് ഗീത ഒരു സംശയം ചോദിച്ചു. മദറേ, എത്രയോ കാലമായി ഞാനിവിടെ വരുന്നു, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ദൈവം ജീസസ് അല്ലേ, എന്തുകൊണ്ടാണ് മദർ പ്രാർത്ഥിക്കുമ്പോൾ ജീസസ് എന്ന പദം ഉപയോഗിക്കാത്തത്? ഓൾമൈറ്റി എന്നുള്ള പദമാണല്ലോ ഉപയോഗിക്കുന്നത്, ദൈവം എന്നുള്ള ഒരു പദമല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം മദർ മറുപടി പറഞ്ഞു, മോളെ, ഞാനും നീയും വ്യത്യസ്തമായ വിശ്വാസങ്ങളിലുള്ളവരാണ്, പക്ഷെ നമ്മളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്. ഞാനും നീയും ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, പ്രത്യേകമായൊരു പദം വെച്ച് പ്രാർത്ഥിക്കുന്നതിലല്ല എന്ന് മദർ മറുപടി പറഞ്ഞു. ആ പെൺകുട്ടി MA കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയായി, ആരുടെയും പ്രേരണയില്ലാതെ. ആ പെൺകുട്ടി പറഞ്ഞു, മദർ അനുഭവിക്കുന്ന ഈശോനെ എനിക്കും അനുഭവിക്കണം. അങ്ങനെ അവൾ ക്രിസ്ത്യാനിയായി. പ്രിയമുള്ളവരെ, ഇതായിരുന്നു പാറക്കാട്ടി പിതാവിൻ്റെ ദർശനം. ഈ മതസൗഹൃദ സമ്മേളനങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ അനാവശ്യമായ പദങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, പൊതുവേ സ്വീകാര്യമായ പദങ്ങൾ ഉപയോഗിക്കണം. ഒന്നിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. 5ാമത്തത്, മനുഷ്യരുടെ ഇടയിൽ കോട്ടകൾ കെട്ടരുത്, ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഉണ്ടാവണം എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് 1970 FABC എന്ന സംഘടന ഉണ്ടാകുന്നത്, ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസ്. അതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ ഒരു പ്രതിജ്ഞ നടത്തി. ആ പ്രതിജ്ഞ ഉണ്ടാക്കുന്നതിൽ പാറക്കാട്ടി പിതാവിന് ഗണ്യമായ പങ്കുണ്ടായിരുന്നു. അത് 25/11/1970 മനിലയിൽ വെച്ച് ഈ മെത്രാന്മാർ നടത്തിയൊരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ഇങ്ങനെയാണ്: ഏഷ്യയിലെ മറ്റു മതങ്ങളിലുള്ള സഹോദരന്മാരുമായി തുറവിയോടും ആത്മാർത്ഥതയോടും കൂടെ നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടുന്നതാണെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു. നമ്മെ ആധ്യാത്മികമായി സമ്പുഷ്ടരാക്കുവാൻ, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനും സമഗ്ര പുരോഗതി നേടാനുമുള്ള യജ്ഞത്തിൽ മറ്റു മതസ്ഥരോടൊത്ത് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും ഈ സഹവർത്തിത്വം നമ്മെ സഹായിക്കട്ടെ. ഇത് മെത്രാന്മാരെടുത്ത പ്രതിജ്ഞയാണ്. ഈ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന മെത്രാന്മാർ നമുക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാടെത്ര സുന്ദരമായേനെ. പാറക്കാട്ടി പിതാവ് CBCയുടെ പ്രസിഡൻ്റായിരുന്നു. നമുക്കിപ്പോഴും ഒരു CBCയുടെ പ്രസിഡൻറ്റ് മലയാളിയായിട്ടുണ്ട്. ഈ പ്രതിജ്ഞ അദ്ദേഹം ഒന്ന് ആവർത്തിച്ച് വായിക്കുകയും അത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളുകയും ചെയ്താൽ നമ്മുടെ സഭയുടെ ചിത്രം മാറിക്കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് പാറക്കാട്ടി പിതാവ് ഉയർത്തിയ സമുന്നയത്തിൻ്റെ, സംഭാഷണത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ശൈലി നിത്യജീവിതത്തിൽ നാം അവലംബിക്കണം. ഇവിടെ കാർഡിനൽ ന്യൂമാൻ്റെ പ്രാർത്ഥന, ആ പാട്ടോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണിത് ഇവിടെ ഈ സമ്മേളനം ആരംഭിച്ചത്. കർദിനാൾ ന്യൂമാൻ നമ്മുടെ കർദിനാൾ പാറക്കാട്ടിൽ പിതാവിനെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട്
ആ ന്യൂമാൻ്റെ ദർശനവും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതയുണ്ട്, മെൻഡിങ് വാൾ. നമ്മുടെ പ്ലസ് ടു പിള്ളേർക്ക് അത് പഠിക്കാനുണ്ട്. ആ കവിതയിൽ 2 വരി ഇങ്ങനെയാണ്: ബിഫോർ ഐ ബിൽറ്റ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ വാട്ട് ഐ വാസ് വാളിങ് ഇൻ ആൻഡ് വാട്ട് ഐ വാസ് വാളിങ് ഔട്ട്. ഒരു മതിൽ കെട്ടുന്നതിന് മുൻപ് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ എന്താണ് ഈ മതിൽ കെട്ടി അകത്താക്കുന്നത്, ഞാൻ എന്താണ് ഈ മതിൽ കെട്ടി പുറത്താക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ നിന്നും മതങ്ങൾ വലിയ വലിയ മതിലുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അകത്തിരിക്കുന്നവരെ സുരക്ഷിതരാക്കാൻ വേണ്ടി പുറത്തിരിക്കുന്ന ആളുകളോടുള്ള ഭയം ജനിപ്പിക്കുകയും അങ്ങനെ വലിയ വലിയ മതിൽക്കെട്ടിനുള്ളിൽ അകത്തിരിക്കുന്നവരുടെ സുരക്ഷിതത്വം തേടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. വല്ലാത്തൊരു സത്വബോധം ഇന്ന് മതങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇടിച്ചു നിന്നില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അകാരണമായ ഭയം നിമിത്തം ഒരു അകാരണമായ സത്വബോധത്തിൻ്റെ തടവറയിലാണ് ഇന്ന് മതങ്ങൾ പലതും. മതങ്ങൾ തമ്മിലും മതങ്ങൾക്കുള്ളിലുള്ള വിഭാഗങ്ങൾ തമ്മിലും ഈ സംശയത്തിൻ്റെ മതിലുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കവി അവസാനം പറയുന്നു, നമുക്കൊരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണം, മതിലുകൾ പൊളിക്കാനുള്ള പ്രക്രിയ. പ്രിയമുള്ളവരെ, പാറക്കാട്ടി പിതാവിൻ്റെ ഈ സ്മരണ നമ്മെ ഉണർത്തുന്നത് ഈ മതിലുകൾ പൊളിക്കാനുള്ള പ്രക്രിയയാണ്. ആ മതിലുകൾ നമ്മുടെ മനസ്സുകളിലാണ്. മനസ്സുകളിൽ നിന്നും ഈ മതിലുകൾ പൊളിച്ചു മാറ്റുകയും വിശ്വമാനവ സാഹോദര്യത്തിലേക്ക്, യൂണിവേഴ്സൽ ബ്രദർഹുഡിലേക്ക് വളരുകയും ചെയ്യുക എന്നതാണ് പാറക്കാട്ടിൽ പിതാവിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് എനിക്കിതിന് അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്, ജയ് ഭാരത്.